മതേതര കൈരളിയുടെ പ്രതീക്ഷയുമായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, സമാദരണീയനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകൾ, ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് അവർകൾ, PV അബ്ദുൽ വഹാബ് സാഹിബ് അവർകൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, വേദിയിലുള്ള അഭിനന്ദരായിട്ടുള്ള MLA മാർ, നേതാക്കന്മാർ, KPA മജീദ് സാഹിബ് ഉൾപ്പെടെയുള്ള CH സെൻറ്ററിൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സൂഫി സാഹിബ്, മറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഈസ സാഹിബ്, മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പെരിന്തൽമണ്ണ CH സെൻറ്ററിൻ്റെ ഒരു ഉദ്ഘാടന വേദിയിൽ ഇത്രമാത്രം ആളുകളുടെ ഒരു തള്ളിക്കയറ്റം വാസ്തവത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. നിങ്ങളുടെ CH സെൻറ്ററിനോടുള്ള ആഭിമുഖ്യം അത് ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. സംഘാടകർ എന്നുള്ള നിലക്ക് ഞങ്ങൾക്കത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അഭിനന്ദരായിട്ടുള്ള നമ്മുടെ തങ്ങൾ നേതാക്കന്മാർ എല്ലാവർക്കും പ്രയാസമുണ്ടായിട്ടുണ്ട്. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. വളരെ സുദീർഘമായിട്ടുള്ള ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ ഈ സമയത്ത് മുതിരുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 2020 മുതൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷാ ഗോപുരമായിട്ടുള്ള CH സെൻറ്റർ പെരിന്തൽമണ്ണയിൽ, അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് നല്ല സ്വീകാര്യത നേടിയിരുന്നു. ആ സ്വീകാര്യതയുടെ പിൻബലത്തിലാണ് നമ്മൾ ഒരു സ്ഥിരം കെട്ടിടത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ ഒരു സെൻറ്റ് ഭൂമി കിട്ടുന്നതിനുള്ള പ്രയാസവും അതുപോലെ തന്നെ അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു കെട്ടിടം എന്നുള്ളത് സ്വപ്നമായി മാറും എന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആഗ്രഹം പ്രിയപ്പെട്ട നമ്മുടെ അഴുവളപ്പിൽ റഫീഖും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹസനും മുഖാന്തരം നമ്മുടെ എമറാൾഡ് ഫൈസലുമായിട്ട് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫൈസൽ നമ്മുടെ CH സെൻറ്ററിൻ്റെ നടന്നു വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഭാവി പ്രവർത്തന കാര്യങ്ങളുമൊക്കെ അറിയുന്നതിന് വേണ്ടി മജീദ് സാഹിബ് ഞങ്ങൾ ഒന്നിച്ചും ഇരിക്കുന്ന ഒരു സിറ്റിംഗ് ഏർപ്പാട് ചെയ്യുകയും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഈ ലാൻഡിൽ നിന്ന് 10 സെൻറ്റ് സ്ഥലം നമ്മളോട് അളന്നെടുക്കാനും അതിൽ CH സെൻറ്ററിൻ്റെ സ്ഥിരമായിട്ടുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിന് നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള പ്ലാനും അതുപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങളും കടലാസ് വർക്കുകളും ഒക്കെ പൂർത്തിയാക്കി അതിന് അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് കാലതാമസം വന്നതൊഴിച്ചാൽ 1 വർഷത്തിനുള്ളിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പ്രവർത്തനങ്ങളുടെയും സഹായത്തിൻ്റെയും പിൻബലത്തോടുകൂടി നമ്മൾ ഇന്നത് പൂർത്തിയാക്കുന്നതും നമ്മുടെ അഭിമന്യരായിട്ടുള്ള നേതാക്കന്മാർ ഇത് നാടിന് സമർപ്പിക്കുകയും ചെയ്യുന്നത്. CH സെൻറ്ററുകളുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് നേതൃത്വം കൊടുക്കുകയും അതിന് പണപ്പിരിവ് നടത്തുന്നതും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ചിലപ്പോൾ ഒരു പാർട്ടിയാണ്. നമ്മളതുണ്ടാക്കും. നമ്മളെപ്പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഇത്തരം പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള ആളുകൾ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും. നമ്മൾ അങ്ങനെ സ്വരുക്കൂട്ടുന്ന ഒരു സ്ഥാപനം നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മൾ കൈമാറും. നമ്മുടെ നേതാക്കന്മാർ അഭിമാനത്തോടുകൂടി അത് നാടിന് കൈമാറും. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തിരുവനന്തപുരവും അതുപോലെ തന്നെ നാട്ടിൽ എവിടെയൊക്കെ CH സെൻറ്ററുകളുണ്ടോ ആ CH സെൻറ്ററുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും അവിടുത്തെ ഏതൊക്കെ സൗകര്യങ്ങളുണ്ടോ അത് ലഭ്യമാണ്. അവിടെ പാർട്ടിയുടെ വകഭേദമില്ല, ഇസങ്ങളുടെ വകഭേദമില്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിഗണനയുടെയോ അതല്ലെങ്കിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ വേർതിരിവോ ഒന്നും അവിടെ ഇല്ല. അവിടെ എല്ലാവരും സമന്മാരാണ്. ആ രീതിയിലുള്ള ഒരു CH സെൻറ്ററാണ് ഇപ്പം ഇവിടെ പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട തങ്ങളും നമ്മുടെ നേതാക്കന്മാരും പെരിന്തൽമണ്ണക്ക് സമ്മാനിക്കുന്നത്. പെരിന്തൽമണ്ണ ഒരു ആശുപത്രികളുടെ നഗരമാണ്. ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട്. അതിൽ പെരിന്തൽമണ്ണക്കാർ മാത്രമല്ല, പരിസര പ്രദേശത്തെ പഞ്ചായത്തുകളിൽ നിന്നുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ നമ്മുടെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജുകളിൽ അവർ വ്യത്യസ്ത ആശുപത്രികളിലെ ചികിത്സക്കായി വരുന്നവരായി നമുക്ക് കാണാൻ പറ്റും. അവരിലൊക്കെ പലരും, പ്രത്യേകിച്ച് ഇവിടെ ഒരു വിളിപ്പാടകലെയുള്ള നമ്മുടെ ജില്ലാ ആശുപത്രിയിലൊക്കെ വരികയും പോവുകയും ചെയ്യുന്ന നിരാലംബരായിട്ടുള്ള രോഗികളും അവരുടെ കൂടെയുള്ളവർക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ പൊതുവെയും
അതുപോലെ തന്നെ മറ്റ് ആശുപത്രികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ CH സെൻ്ററിൻ്റെ ലക്ഷ്യം. ഞാൻ അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പല ഫോറങ്ങളിലും പല വേദികളിലും ആ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനകം സംസാരിക്കുകയും അതുപോലെ തന്നെ ആ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകളുടെയും ആ തീരുമാനങ്ങളുടെയും ഉൾക്കാഴ്ച നന്നായി മനസ്സിലാക്കി അത് പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെടുകയും അതിൻ്റെ ഒരു വൈപുല്യവും അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളും പെരിന്തൽമണ്ണക്കത് എത്രമാത്രം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മുടെ CH സെൻ്ററിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ KPA മജീദ് സാഹിബാണ്. ബഹുമാനപ്പെട്ട KPA മജീദ് MLA അവരുടെ എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ CH സെൻ്റർ ഇനി മുതൽ ഇവിടുത്തെ നാട്ടുകാരുടേതാണ്. ഏതൊക്കെ ദിക്കുകളിൽ നിന്ന് ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ടോ, സഹായത്തിന് വേണ്ടി വരുന്നുണ്ടോ, അവരുടേതൊക്കെയാണ് ഇനി മുതൽ പെരിന്തൽമണ്ണ CH സെൻ്റർ. അവർക്കൊക്കെ വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ഈ CH സെൻ്റർ നാടിന് സമർപ്പിക്കുന്ന കർത്തവ്യം നിർവഹിക്കുന്നത്, ആ മഹനീയമായിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യുന്നത് അഭിനന്ദനായിട്ടുള്ള നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർക്കാണ്. അദ്ദേഹം നമ്മുടെ സെൻ്ററിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ്. ഈ സെൻ്ററിൻ്റെ ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും നമ്മളോട് ചോദിച്ചാലും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ്. അസംബ്ലിയിലെ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ഉപനേതാവാണ്. പെരിന്തൽമണ്ണ CH സെൻ്ററിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ആരുടെയെങ്കിലുമൊക്കെ കലവറയില്ലാത്ത സഹായവും പിന്തുണയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടി പിൻബലത്തോടു കൂടിയാണ്. അഭിനന്ദനായ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ വിഷയത്തിൽ താല്പര്യത്തോടു കൂടി നമ്മളുടെ കൂടെ നിന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇത് ഈ രീതിയിൽ അഭിമാനകരമായി നമുക്ക് നാടിന് സമർപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ലായിരിക്കാം. ഏതായാലും കൂടുതലായി അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുഹമ്മദ് ബഷീർ സാഹിബ്, മലപ്പുറത്തിൻ്റെ പ്രിയങ്കരനായ MP, CH സെൻ്ററിൻ്റെ ഓരോ ചുവടുവെപ്പിലും നമ്മുടെ കൂടെയുള്ള പ്രിയങ്കരനായ ജനനേതാവിനെ എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടു കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ASSന് ഊടുംപാവും നൽകുകയും ചെയ്ത അതിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ PV അബ്ദുൽ വഹാബ് സാഹിബ് MPയെ എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടു കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ആദരണീയനായ നേതാവുമായിട്ടുള്ള അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ പാണക്കാടിൻ്റെ സൗമ്യ സാന്നിധ്യം. പക്ഷേ ഈ വക കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കും താല്പര്യവും പെരിന്തൽമണ്ണ CH സെൻ്ററിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഒരുപക്ഷെ തിരഞ്ഞാൽ കാണില്ല. പക്ഷേ ഓർത്ത് വെച്ച് ഇന്ന് ജുമഅ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട പരിപാടികൾ തീർത്ത് സമയത്തിന് തന്നെ ഇവിടെ എത്തിയ അഭിനന്ദനായിട്ടുള്ള നമ്മുടെ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നജീബ് സാഹിബിനെ എല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളും MLAയുമായിട്ടുള്ള അമീദ് സാഹിബ് നമ്മുടെ ഇടയിൽ ഇപ്പോഴും നമ്മളെപ്പോലെ പ്രവർത്തകരുടെ ഇടയിൽ വന്നാൽ പ്രവർത്തകനായും നേതാക്കന്മാരുടെ കൂടെ ചെന്നാൽ നേതാവായും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരു കയ്യെത്തും ദൂരത്ത് എപ്പോഴുമുള്ള നമ്മുടെ പ്രിയങ്കരനായ നേതാവ് P അബ്ദുൽ ഹമീദ് MLA അവരുടെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നീ കാണുന്ന പെരിന്തൽമണ്ണയിലേക്ക് എത്തുന്നതിൽ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജനനേതാവും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധിയുമായിട്ടുള്ള നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയങ്കരനായ മഞ്ഞളാംകുഴി അലി സാഹിബ് MLA അവരുടെ എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടു കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആ KKS തങ്ങൾ ഈ പെരിന്തൽമണ്ണ എങ്ങനെയാണ് കൈപ്പിടിയിൽ ഒതുക്കിയതെന്നും നമ്മളൊക്കെ സ്വപ്നത്തിൽ കണ്ടിരുന്ന വികസനത്തിൻ്റെ 1, 2, 3 പടവുകൾ എങ്ങനെയാണ് കയറിപ്പോയത് എന്നുള്ളതുമൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ കാരണവന്മാർക്ക്. ആ KKS തങ്ങളുടെ പ്രിയങ്കരനായ പുത്രൻ ആബിദ് ഹുസൈൻ തങ്ങളെ നമുക്ക് ഇന്ന് ഈ വേദിയിലേക്ക് കിട്ടിയത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവർക്കും വേണ്ടി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അനിൽകുമാർ MLA, അദ്ദേഹം ഈ പരിപാടിയിൽ എത്തിപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് തിരക്കിട്ട മറ്റ് പരിപാടികളുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. എന്തായാലും ഈ പരിപാടിക്ക് എത്താമെന്ന് ഏറ്റിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ മുൻ മന്ത്രിയും MLAയുമായിട്ടുള്ള ശ്രീ AP അനിൽകുമാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ
തൊട്ടടുത്തായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് UN നമ്മുടെ മുൻ മന്ത്രിയാണ്, നമ്മുടെ എല്ലാമാണ്. നമുക്ക് കിടയറ്റ നേതൃത്വം തന്നുകൊണ്ട് നമ്മളെയൊക്കെ നമ്മളാക്കിയ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നാലകത്ത് സൂപ്പി സാഹിബിനെ, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഈ പരിപാടിയിലേക്ക് പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായിട്ടുള്ള ട്രഷറർ, അധികമായിട്ടുള്ള ഒരു വിശേഷണം ആവശ്യമില്ല. പ്രത്യേകിച്ച് CH സെൻറ്ററിൻ്റെ ഇതുപോലെയുള്ള ഒരു വേദിയിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ എല്ലാ അർത്ഥത്തിലും എല്ലാ സമയത്തും അതായത് ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് കിതപ്പ് അനുഭവപ്പെടും. നമ്മുടെ കുതിപ്പിലാണെങ്കിലും കിതപ്പിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം വകവെക്കാതെ നമ്മളോടൊപ്പമുള്ള നമ്മുടെ ട്രഷററാണ്. അദ്ദേഹത്തിന് ഞാനിവിടെ സ്വാഗതം ചെയ്യേണ്ടതില്ല, പക്ഷേ ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെ കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. തറയിൽ മുസ്തഫ സാഹിബിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജമാൽ അബ്ദുൽ നാസർ കീഴ്ശ്ശേരി കൊണ്ടുപോകാൻ പറയുകയും എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടുകളിൽ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുള്ള രോഗികളെ കിടത്തി ചികിത്സിക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടുള്ളത് പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ജമാൽ അബ്ദുൽ നാസർ കീഴ്ശ്ശേരി അവർകളാണ്. അദ്ദേഹം ഈ വേദിയിലുണ്ട്. ഇന്നലെ ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് ഷാർജയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട നിയമസഭാ സാമാജികനും മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവും കൂടിയായ ബഹുമാനപ്പെട്ട KPA മജീദ് സാഹിബ് MLA നിറകയ്യടികളോടുകൂടി അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ CH സെൻറ്ററിൻ്റെ സെക്രട്ടറി AK മുസ്തഫ സാഹിബ് പേര് പരാമർശിക്കപ്പെട്ട് സ്വാഗതം ചെയ്തിട്ടുള്ള ആദരണീയരുമായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള അതിഥികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, CH സെൻറ്റർ ഈ പുതുവത്സര സമയത്ത് ഇവിടുത്തെ നാടിന് പെരിന്തൽമണ്ണയിൽ ഇന്ന് നമ്മൾ തുറക്കപ്പെടുകയാണ്. അഭിവന്ദനായ സയ്യിദ് ഷാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏതാനും സമയത്തിന് മുമ്പ് പ്രാർത്ഥനയോടുകൂടി ഈ കെട്ടിടം തുറന്നിരിക്കുകയുണ്ടായി. വളരെ പ്രതീക്ഷയോടുകൂടി ഈ പെരിന്തൽമണ്ണയിൽ ഒരു CH സെൻറ്ററിൻ്റെ സേവനം ആവശ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ആശുപത്രിയുടെ ഒരു സിറ്റി ആയിട്ടുള്ള പെരിന്തൽമണ്ണയിൽ നമ്മളിവിടെ ആരംഭിക്കുന്നത്. നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്നതാണ് അഭിപ്രായം. കൊടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ത്തിന്റെ പ്രവർത്തന വഴികളെ കാരുണ്യമായും പ്രതീക്ഷയായും മനുഷ്യരിലേക്ക് വിടർത്തുന്ന നേതാവ്, രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത നിർവചനങ്ങൾക്കപ്പുറം മനുഷ്യനെ ചേർത്തു നിർത്തിയും ആശ്വാസമായും സ്നേഹമായും ആർദ്രതയായും മനുഷ്യരിലേക്ക് പ്രവഹിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന പുതിയ ശൈലി മലയാളിക്ക് പരിചയപ്പെടുത്തിയ പാണക്കാട് തറവാടിൻ്റെ നായകൻ, CH സെന്ററുകളുടെ പ്രവർത്തനത്തിന് പ്രത്യേക കരുതലുമായി മുന്നേ നയിക്കുന്ന നേതാവ്, പെരിന്തൽമണ്ണ CH സെന്ററിന്റെ മുഖ്യ രക്ഷാധികാരി, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പെരിന്തൽമണ്ണക്കുള്ള പുതുവർഷ സമ്മാനം അശരണർക്ക് ആശ്രയമാവുന്ന CH സെന്റർ സൗധം സമർപ്പിക്കുന്നതിനായി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സാഹേബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, CH സെന്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നമ്മുടെ പെരിന്തൽമണ്ണയുടെയും തൊട്ടപ്പുറത്ത് പാലക്കാട് ജില്ലയിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, CH സെന്ററുകളുടെ നിരയിലേക്ക് പുതിയ ഒരു അതിഥി കൂടി വന്നെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് സമാരംഭം കുറിച്ച് കേരളത്തിലെ എല്ലാ പ്രമുഖ ആശുപത്രികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് CH സെൻ്ററുകൾ നിലവിൽ വന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിലും CH സെൻ്ററിൻ്റെ പ്രവർത്തനം നാടിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ സന്തോഷാവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറെ അഭിമാനിക്കുന്നു, ചരിതാർത്ഥ്യം കൊള്ളുന്നു. മഹാനായ നേതാവ് CH മുഹമ്മദ് സാഹിബിൻ്റെ നാമധേയത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട്
CS സെൻ്റർ സ്ഥാപിതമാക്കുന്നത്. അത് പിന്നീട് ഒരു വികാരമായി, ഒരു ഉത്തരവാദിത്വമായി നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലെയും മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും കീഴ്ഘടകങ്ങളുമെല്ലാം ഏറ്റെടുക്കുകയും അവിടെ എല്ലാം CS സെൻ്ററുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് പ്രമുഖമായിട്ടുള്ള പല CS സെൻ്റർ കേന്ദ്രങ്ങളെയും നമുക്ക് പറയുവാൻ കഴിയും. നേരത്തെ മുസ്തഫ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ അവിടെയെല്ലാം ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കഴിയാവുന്ന തരത്തിലെല്ലാമുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവന കേന്ദ്രങ്ങളായി CS സെൻ്ററുകൾ മാറിയിരിക്കുകയാണ്. രോഗാതുരമായ ഒരു സമൂഹം, അത് എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ്. എന്നാൽ വിളിക്കാത്ത അതിഥിയായി പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു രോഗങ്ങൾ. രോഗികളാകുന്നവരുടെ ഏറ്റവും വലിയ ആശ്വാസം മരുന്നോ ഡോക്ടറുടെ സാമീപ്യമോ മാത്രമല്ല, തന്നെ നോക്കാൻ ആളുണ്ട്, കരുതലിൻ്റെ കരങ്ങൾ തന്നെ തലോടാനുണ്ട് എന്നൊരു രോഗി മനസ്സിലാക്കുമ്പോൾ ആ രോഗിയുടെ രോഗം ഭേദമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂട്ടിരിക്കാൻ ആളുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ കാലത്ത് പലപ്പോഴും പലർക്കും അതൊരു സ്വപ്നമായി അവശേഷിക്കാറുണ്ട്. രോഗം ബാധിക്കുന്ന പിതാവിന്, രോഗം ബാധിക്കുന്ന മാതാവിന് മക്കളുടെ കൂട്ട് വളരെ ആശ്വാസം പകരും. പ്രതീക്ഷയോടെയാണ് അവർ മക്കളുടെ മുഖത്തേക്ക് നോക്കാൻ ഇഷ്ടപ്പെടുക. പക്ഷേ മക്കൾക്ക് അത് സാധിച്ചു എന്ന് വരികയില്ല. അവരുടെ തിരക്കുകളാകാം, അവരുടെ മറ്റ് ഉത്തരവാദിത്വങ്ങളാകാം. പക്ഷേ എപ്പോഴൊക്കെ തന്നെ ആ നിരാശ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യമായിട്ടായിരിക്കും ഓരോ മാതാവിനും പിതാവിനും അനുഭവപ്പെടുക. അവരുടെ മാത്രം കാര്യമല്ല, ഓരോ വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെയും കാര്യം അതുതന്നെയാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ആ നിരാശ ഇല്ലാതാക്കാനാണ് CH സെൻ്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. കൂട്ടിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആശ്വാസത്തിന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ഞങ്ങൾ തരും. നിങ്ങൾക്ക് വേണ്ടി ഉള്ള മറ്റ് ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അതൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പല CS സെൻ്ററുകളിലും നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവിടുത്തെ വോളണ്ടിയേഴ്സും അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളും അവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ പുണ്യം പലരും അനുസ്മരിക്കാറുണ്ട്. വേദനയുറ്റ മുഖവുമായിട്ടായിരിക്കാം, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായ രീതിയിലാണ് പല ആശുപത്രികളിലേക്കും ആളുകൾ ചെല്ലുന്നത്. അവിടെ CS സെൻ്ററിൻ്റെ സഹായം അവർക്ക് ലഭിക്കുമ്പോൾ അവരിലേക്ക് പ്രതീക്ഷയുടെ പുതിയ മലരുകൾ വിടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ സന്തുഷ്ടമായ ഒരു മനസ്സോടെയാണ് പിന്നീട് ആശുപത്രിയിൽ നിന്നും മടങ്ങുന്നത്. രോഗം മാറുന്നതെന്ന് മാത്രമല്ല, പ്രതീക്ഷയോടെയാണ് വീണ്ടും അവർ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ പെരിന്തൽമണ്ണയിലും ആ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ CS സെൻ്ററിൻ്റെ ഈ സ്ഥാപനം കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവരുടെ പ്രവർത്തനങ്ങൾ നേരത്തെ മുസ്തഫ പറഞ്ഞല്ലോ. ഞാൻ CS സെൻ്ററിലെ പെരിന്തൽമണ്ണത്തെ ഈ കാര്യം നമുക്കറിയാം, വളരെ ചെറിയ കാലം കൊണ്ടാണ് ഇവർ നല്ലൊരു നേട്ടം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ നല്ലൊരു ടീമാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം. അവർ സമയം നോക്കാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മുസ്തഫയായാലും സഹപ്രവർത്തകരായാലും മൊയ്സാബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിരന്തരമായി അവർ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ അവർ പോകുന്നു. കിട്ടാവുന്നിടത്തു നിന്നൊക്കെ അവർ സഹായങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അത് ഇവിടുത്തെ സമൂഹത്തിന്, അവർക്ക് ഇത് സമൂഹത്തിനാണ് സമർപ്പിക്കപ്പെടുന്നത്, ആ സമൂഹത്തിന് അവർ സമർപ്പിച്ചിരിക്കുന്നു. ആ നല്ല ദൗത്യത്തിന് തുടക്കം കുറിക്കുവാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ അപാരമായി സ്തുതിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഫൈസലും അബുസായും അവരൊക്കെ തന്നെ എപ്പോഴും ജീവകാരുണ്യ മേഖലയിൽ നമുക്ക് നല്ല കരുത്തും സഹായവും ചെയ്തു തരുന്നവരാണ്. CS സെൻ്ററിൻ്റെ ഈ കാര്യത്തിലും അവർ നല്ല സഹായം ചെയ്തു. അവരുടെ പിതാവിൻ്റെ നാമധേയത്തിൽ പിതാവിൻ്റെ പരലോക ഗുണം ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്ന ഈ പരിപാടി
ഈ സഹായം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ പിതാവിൻ്റെ മഗ്ഫിറത്തിനും റഹ്മത്തിനും അത് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ീഷ്ണവുമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രിയ നേതാവ്, നിയമസഭാ സാമാജികനും കേരള പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വികസന വഴികളിൽ നാഴികക്കല്ലു തീർത്ത കേരളത്തിൻ്റെ മുൻ വ്യവസായ IT വകുപ്പ് മന്ത്രി, പെരിന്തൽമണ്ണ CH സെന്ററിന്റെ തുടക്കം മുതൽ താൽപ്പര്യത്തോടുകൂടി ഈ പ്രൊജക്ടിന്റെ വളർച്ചയ്ക്കായി പൂർണ്ണാർത്ഥത്തിലൊപ്പം നിന്ന ബഹുമാന്യനായ നേതാവ്, പെരിന്തൽമണ്ണ CH സെന്ററിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉദ്ഘാടനത്തിനായി സമർപ്പണത്തിനായി സ്നേഹാദരങ്ങളോടുകൂടി നിറഞ്ഞ കയ്യടികളോടുകൂടി സ്വാഗതം ചെയ്യുന്നു PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. വളരെ നല്ല നിർവൃതി തരുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരുന്ന ആ ഒരു കുറവ് ഇവിടെ നികത്തപ്പെടുകയാണ്. ഒരു നഗരത്തിൽ ഇവിടെ ഒരു CH സെൻറ്റർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറഞ്ഞതുപോലെ പ്രധാനമായും നിരാരംഭരായ ആളുകൾക്കുള്ളൊരു ഗൈഡൻസാണ്, പിന്തുണയാണ്, ധാർമ്മികമായ ബലമാണ്. നിങ്ങളുടെ കൂടെ CH സെൻറ്റർ ഉണ്ട് എന്ന് പറയുന്നത് മനസ്സ് വല്ലാതെ വിഷമിച്ച് ആവശ്യമായ ഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പിന്തുണയാണ്. ഓരോ പ്രദേശത്തുമുള്ള CH സെൻറ്ററുകൾ, ശാസ്ത്രങ്ങൾ സെൻറ്റർ, മറ്റ് സെൻറ്ററുകൾ, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സെൻറ്ററുകളുടെ ഒക്കെ ഒരു പ്രധാന സേവനം എന്ന് പറയുന്ന അവിടെ ആശുപത്രികളുണ്ടാവും, ബാക്കിയുള്ളവരുണ്ടാവും. പക്ഷേ മരുന്നിനും ഭക്ഷണത്തിനും ഒക്കെ വിഷമിക്കുന്ന, സാധാരണഗതിയിൽ വല്ലാതെ പരിതപിക്കുന്ന ഒരു ഘട്ടത്തിൽ, വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ, ആ മുഹൂർത്തത്തിൽ അവിടെ CH സെൻറ്റർ രംഗപ്രവേശം ചെയ്യുകയാണ്. അവരുടെ മുന്നിൽ ഗൈഡൻസും അതുപോലെ തന്നെ വേണ്ട സഹായങ്ങളും അത്യാവശ്യം വേണ്ട സഹായങ്ങളൊക്കെ ലഭ്യമാക്കുക. അത് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. രോഗിയെ സംബന്ധിച്ചിടത്തോളവും രോഗിയുടെ കൂടെ വരുന്ന ആൾക്കും അതുപോലെ തന്നെ വരാശ്രയം കൂടാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അസുഖങ്ങളുള്ള എല്ലാവരും സംബന്ധിച്ചും ആ ഒരു ഘട്ടത്തിൽ അത് വലിയ ഒരു ഹെൽപ്പാണ്. അതാണ് എപ്പോഴും ഇത്തരത്തിലുള്ള സെൻറ്ററുകളുടെ ഒരു വലിയ പ്രസക്തി. തങ്ങളിവിടെ പറഞ്ഞതുപോലെ CH സെൻറ്ററിലേക്ക് റെഫർ ചെയ്യാണ് നമ്മളൊക്കെ. എന്തെങ്കിലും ഒന്ന് വന്നാൽ ഏത് സെൻറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ ഏത് ഇതുപോലെയുള്ള പ്രവർത്തിക്കുന്ന സെൻറ്റർ വളരെ സജീവമാണ്. ചെന്നാൽ പിന്നെ മടങ്ങേണ്ട സ്ഥിതി വരാത്ത വിധം അവരൊക്കെ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ട്. അതേ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുകയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ പോകാൻ ധാരാളം പൊട്ടൻഷ്യലുള്ള സാധ്യതയുള്ള ഒരു സെൻറ്ററാണ് പെരിന്തൽമണ്ണയത്തത്. അതിന് പിന്തുണയുമായി ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എടുക്കുന്നു. CH സെന്ററിനെ ജീവിതശൈലിയുടെ ഭാഗമാക്കിയ രാഷ്ട്രീയ നേതാവ്, ഏത് തിരക്കുകൾക്കിടയിലും CH സെന്ററുകളിലെത്താനും പുതിയ പുരോഗതികൾക്കായി പ്രവർത്തിക്കാനും സമയം കണ്ടെത്തുന്ന ഒരു കുഞ്ഞെന്ന കണക്കെ CH സെന്ററിനെ ഏറ്റെടുത്ത മനുഷ്യസ്നേഹി, നീതിപാതയിൽ പാർലമെന്റിൽ ഉയരുന്ന ഉറച്ച ശബ്ദം, നിലപാടായും കാരുണ്യമായും പരക്കുന്ന രാഷ്ട്രീയം, ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം മലപ്പുറം ലോക്സഭ MP T മുഹമ്മദ് ബഷീർ സാഹിബിനെ പെരിന്തൽമണ്ണ CH സെന്ററിന്റെ വിശാലമായ പാലിയേറ്റീവ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാദരം നിറകയ്യടികളോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയമുള്ള നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷൻ മഞ്ജു സാഹിബ് അവர்கள், നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ അതിനായ തങ്ങളെ കുഞ്ഞാലി സാഹിബ്, മറ്റ് നേതാക്കന്മാർ, MLA മാർ, ജനപ്രതിനിധികൾ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കൾ, CH സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംസാരിക്കാൻ തുടങ്ങിയാലും എത്ര സംസാരിച്ചാലും തീരില്ല. അത്രയ്ക്കധികം നന്മ നിറഞ്ഞൊരു സ്ഥാപനമാണ്. ഇപ്പം എല്ലാവരും പേപ്പർ വായിച്ചിട്ട് എല്ലാ ദിവസവും ദുഃഖിക്കാറുണ്ട്. അവിടെ അങ്ങനെ കൊലപാതക, അപ്പുറത്ത് ഇങ്ങനെ അക്രമം, രാജ്യത്ത് പല വിധത്തിലുള്ള സങ്കടങ്ങളെ പറ്റിയുമുള്ള വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ കാലം തന്നെ സത്യത്തിൻ്റെ കാലം കഴിഞ്ഞ കാലം എന്നുള്ളൊരു വ്യാഖ്യാനം, പുതിയൊരു ഭാഷ തന്നെ കയറിയിട്ടുണ്ട്, പദം സത്യാനന്തര കാലഘട്ടം. അപ്പോൾ ആളുകളൊരു വ്യാഖ്യാനം എന്താ വെച്ചാൽ സത്യമൊക്കെ പോയി, നീതി പോയി, ഈ കാലഘട്ടം ദുഷിച്ചതാണെന്നാണ്. ശരിക്കും സത്യാനന്ദ കാലഘട്ടം ഒരിക്കലും അവസാനിക്കില്ല. നല്ല മനുഷ്യർ ഒരുപാട് കാര്യം ചെയ്തില്ല, പക്ഷേ എഴുതാനാരുണ്ട് അവർ പത്രത്തിൽ. എല്ലായിടത്തും CH സെൻ്ററുകളുണ്ട്. ഇവിടെ നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ജീവകാരുണ്യത്തിൻ്റെ നാളമാണത്. രോഗികളെ സഹായിക്കുന്നതിൻ്റെ അത്ര നല്ലൊരു കാര്യം വേറെ ചെയ്യാനില്ല.
ഈ നാട്ടിലേക്ക് ഇത് വന്നത്, പ്രത്യേകിച്ച് ഇവിടെ ആശുപത്രിയുടെ ഒരു കേന്ദ്രമാണ്. ഇവിടെ വന്നത് ഈ നാട്ടിൽ സർവശക്തൻ്റെ ഒരു അനുഗ്രഹം ഇറങ്ങുന്നു എന്ന പ്രതീക്ഷ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതേ ബാക്കിയുള്ളവുള്ളൂ, ബാക്കിയൊക്കെ അങ്ങ് മരിച്ചു പോകുമ്പോഴത്തേക്കുള്ള തീരുന്ന കാര്യമാണ്. ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ബാക്കി ഇപ്പോൾ മയ്യത്ത് മറയുന്നതോടുകൂടി കുടുംബക്കാരും പണി വരും, സ്നേഹിതന്മാർ പോരും, എല്ലാവരും പോരും. അവസാനം കൂട്ടിലുണ്ടാകുക ഇതൊക്കെ മാത്രമാണ്. കോരി കിട്ടിയിട്ട് നമുക്ക് തിരുനാളം പോലെ ഇത് നമ്മുടെ കൂടെയുണ്ട്, അപ്പോൾ എങ്ങോട്ട് പോയില്ല. അങ്ങനത്തെ ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കി തന്നതാണ് ECS എന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും സർവശക്തൻ നന്മ കൊണ്ട് പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. സാമൂഹിക പരിവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ നായകൻ, CH സെന്ററുകളുടെ പ്രവർത്തനത്തിൽ സജീവമായും സക്രിയമായും ഇടപെടുന്ന പ്രിയപ്പെട്ട MP PV അബ്ദുൽ വഹാബ് സാഹിബിനെ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനത്തിനായി സദയം നിറകയ്യടികളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. എല്ലാം കേട്ടു. ഞങ്ങളൊക്കെ ദിവസം OP ഞങ്ങൾക്കുണ്ടല്ലോ, ഇങ്ങനെ പെരിന്തൽമണ്ണക്കാർക്ക് മാത്രമല്ല. OPയിലിരിക്കുമ്പോൾ ആദ്യം വരുന്ന ഒന്ന് അങ്ങോട്ട് വിളിക്ക് ഇങ്ങോട്ട് വിളിക്ക്, ബില്ല് കുറക്ക്, അല്ലെങ്കിൽ CH സെൻ്ററിലൊരു അഡ്മിഷൻ തരുന്ന, അതൊക്കെ ഞങ്ങൾക്ക് കാര്യമായ ടൂളാണ് CH സെൻ്റർ. എല്ലാവിധ ഭാഗങ്ങളും നേരുന്ന ശ്രമം. പാണക്കാട് തറവാട്ടിലെ മറ്റൊരു സൗമ്യ സാന്നിധ്യം, മനുഷ്യർക്ക് ആശ്വാസമാവുന്ന വാക്കുകളും സഹായങ്ങളും കൊണ്ട് മനുഷ്യരോടൊപ്പം ഒട്ടി നിൽക്കുന്ന നായകൻ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ബിരുദധാരിയായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, പെരിന്തൽമണ്ണ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഏലംകുളം പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഹോം കെയർ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് കരുത്തായി KMCC ഖത്തർ പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി 2016 നവംബർ മുതൽ നൽകുന്ന അബ്ദുൽ ബാസിദിക്ക് വേണ്ടി KMCC സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും പ്രവാസ ലോകത്തെ മലയാളി സമൂഹത്തിൻ്റെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട ഈസാ സാഹിബ് 2016 നവംബർ മാസം മുതൽ എല്ലാ മാസവും ചെയ്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. കാരണം ഇപ്പോഴ് ദുബായ് എല്ലാവർക്കും വിനീതമായ പ്രാർത്ഥന. ആദരണീയരായ നേതാക്കളെ, വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പെരിന്തൽമണ്ണിൽ പുതുതായി സമാരംഭിച്ച പാവപ്പെട്ട രോഗികൾക്ക് ധാണിയായിട്ടുള്ള CH സെൻ്റർ എന്ന മഹത്തായ സ്ഥാപനം നമ്മുടെ നാടിന് എല്ലാവിധത്തിലും ഒരു അനുഗ്രഹ കേന്ദ്രമാണ്. ഈ മഹത്തായ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സർവശക്തനാഥൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിന് സ്ഥലം നൽകിയ എമറാൾഡ് ഗ്രൂപ്പിൻ്റെ, അവരുടെ പിതാവിൻ്റെ പാരത്രിക ജീവിതം ഹൈറുണ്ടാക്കുമാറാകട്ടെ. അതുപോലെ ഇതിനുവേണ്ടി സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി സഹായ സഹകരണങ്ങൾ നൽകി അത് യാഥാർത്ഥ്യമാക്കിയ എല്ലാവർക്കും സർവശക്തൻ അനുഗ്രഹങ്ങൾ ചുരിമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇസ്ലാമിലെ സഹൃദയം ക്ഷണിക്കുന്നു. ഈസാ സാഹിബിൻ്റെ പ്രഭാഷണത്തിന് മുൻപ് ഇന്ന് വൈകുന്നേരം ഈസാ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായ ഒരു ഗാന സദസ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. കുടുംബസമേതം എല്ലാവരും ഉണ്ടാകണം. ഇന്ന് നമ്മുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്, സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുറക്കുന്ന ദിവസമാണ്. നിങ്ങളിവിടെ ഉണ്ടാകണം. ഇന്ന് വൈകുന്നേരം ഗാന